ബ്രിട്ടീഷ് ജനതയ്ക്കിടയിൽ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമറുടെ ജനപ്രീതിയിൽ വൻ ഇടിവുണ്ടായതായി പുതിയ അഭിപ്രായ സർവേ ഫലങ്ങൾ പറയുന്നു. ഒപ്പീനിയൻ നടത്തിയ സർവേയിൽ കഴിഞ്ഞ ജൂലൈ മുതൽ സർ കീർ സ്റ്റാമറുടെ ജനപ്രീതിയിൽ 45 പോയിന്റുകളുടെ ഇടിവുണ്ടായി എന്നാണ് ഫലം. ലേബർ പാർട്ടിയെയും സർക്കാരിനെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് വെറും 24% വോട്ടർമാർ മാത്രമാണ് ഇപ്പോൾ സ്റ്റാർമർ പ്രധാനമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് വിശ്വസിക്കുന്നത് എന്നും കണ്ടെത്തി. പകുതിയോളം പേർ, അതായത് 50%, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിപരീത അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ അദ്ദേഹത്തിന്റെ ആകെയുള്ള റേറ്റിംഗ് -26%. പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ജൂലൈ മാസത്തിൽ സ്റ്റാർമറുടെ റേറ്റിംഗ് +19% എന്നതോർക്കണം. ഇപ്പോൾ -25% റേറ്റിംഗ് ഉള്ള ഋഷി സുനകിന്റെ പുറകിലാണ് ജനപ്രീതിയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി എന്നതാണ് ലേബർ വൃത്തങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത്. ലിവർപൂളിൽ പാർട്ടിയുടെ വാർഷിക സമ്മേളനം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സർവേ ഫലം പുറത്തുവരുന്നത് എന്നത് നേതൃനിരയ്ക്ക് ഏറെ ആശങ്ക ഉളവാക്കുന്നതാണ്. പകുതിയിൽ താഴെ ആളുകൾ, അതായത് 45%, സ്റ്റാർമർക്കും ലേബർ പാർട്ടിക്കുമെതിരെ കടുത്ത പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. ജൂലൈയിൽ പാർട്ടി അധികാരത്തിലേറിയതിനു ശേഷം ഇപ്പോൾ വരെയുള്ള കാലയളവിലാണ് ഈ ഒരു അഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നത്. സർക്കാരിന്റെ ആദ്യ ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാരിന് മികവ് തെളിയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് 27% പേർ മാത്രമാണ്. അതേസമയം 57% പേർ വിശ്വസിക്കുന്നത് ഈ സർക്കാർ ഒരു പരാജയമാകുമെന്നാണ്. 2024 ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തവരിൽ 1/3, അതായത് 32%, അത്രയും പേരോളം വിശ്വസിക്കുന്നതും സർക്കാർ പരാജയമാണെന്നാണ്. ഏകദേശം 10 ദശലക്ഷം വരുന്ന പെൻഷൻകാരുടെ വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് നിർത്തലാക്കാനുള്ള തീരുമാനമാണ് ഇത്രയധികം തിരിച്ചടിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ വിലയിരുത്തുന്നത്. മാത്രമല്ല, വരുന്ന ബജറ്റിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചതായി അവർ പറയുന്നുണ്ട്. ലേബർ സർക്കാർ മുൻ സർക്കാരിനേക്കാൾ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് 30% പേർ വിശ്വസിക്കുമ്പോൾ 34% പേർ വിപരീതമായി ചിന്തിക്കുന്നവരാണ്. ലേബർ പാർട്ടിക്കുള്ളിലെ ഐക്യം തകർന്നുവെന്ന് 37% പേർ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്നവർ 32% മാത്രമാണെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 1 ലക്ഷം പൗണ്ട് മൂല്യം വരുന്ന സമ്മാനങ്ങൾ കീർ സ്റ്റാർമർ സ്വീകരിച്ചു എന്നുള്ള വിവാദം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഉയർന്നു വന്നതായിരിക്കാം ഇത്തരത്തിൽ ചിന്തിക്കാൻ ലേബർ വോട്ടർമാരെ പ്രേരിപ്പിച്ചതെന്ന് വിലയിരുത്തുന്നുണ്ട്.